ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ 6 ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 10 പച്ചമുളക്. ഇവിടെ ചെറിയ പച്ചമുളക് ആയതുകൊണ്ടാണ് 10 എണ്ണം. അതല്ല വലുതാണെങ്കിൽ അതിൻ്റെ പകുതി മതി. പിന്നെ 3 കഷ്ണം ചെറിയ ഉള്ളി, 4-5 വെളുത്തുള്ളി, 1 തക്കാളി, 1 കഷ്ണം ഇഞ്ചി, 2 സ്പൂൺ മൈദാമാവ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വേണം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ തയ്യാറാക്കാനായിട്ട്. ഇതിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മൈദ ഒഴിച്ചുള്ള സാധനങ്ങളെല്ലാം കൂടെ പേസ്റ്റാക്കി എടുക്കാം. ഇനി ഈ ചിക്കൻ പീസുകൾ നമുക്കൊന്ന് വരഞ്ഞെടുക്കാം. നമ്മൾ മീനൊക്കെ വറക്കാനായിട്ട് വരയത്തില്ലേ, അതുപോലെ നമുക്ക് ഈ ചിക്കൻ പീസുകളെല്ലാം ഒന്ന് വരഞ്ഞെടുക്കാം. കുറച്ച് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പേസ്റ്റാക്കി വെച്ചതും നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 2 സ്പൂൺ മൈദയും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പേസ്റ്റും മൈദയും എല്ലാം നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളിൽ പിടിച്ച് വന്നിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ നമ്മുടെ ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇതെപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. അല്ലെങ്കിൽ അത് ഒത്തിരി നമ്മൾ ഹൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് വേവിക്കാനായിട്ട്. ഇപ്പം ഏകദേശം ഈ ഒരു പരുവമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇനി തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി വിതറാം. ഇനി നമുക്ക് 1-2 തവണ കൂടി ഇങ്ങനെ മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളുടെ കളറൊക്കെ മാറി നല്ല ചിക്കൻ ഫ്രൈഡ് ആ ഒരു നിറമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് കോരിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് മൈദയുടെ ആ ടേസ്റ്റും ഈ പേസ്റ്റിൻ്റെ ആ ടേസ്റ്റും എല്ലാം കൂടെ കിട്ടുന്ന ഒരു അടിപൊളി ഒരു ചിക്കൻ്റെ ഒരു റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ്, എന്നാൽ വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിലെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.